പണ്ട് 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 കലിംഗം എന്ന് പറയുന്ന രാജ്യത്ത് കലാനാഥൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും ചേർന്ന് വളരെ നന്നായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത്. ആ മകൻ്റെ പേര് അമന്തൻ എന്നായിരുന്നു. ഈ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ പിതാവായ കലാനാഥൻ മരിച്ചുപോയി. കലാനാഥൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജനായ വികലൻ രാജ്യം ഭരിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യകാലത്ത് തൻ്റെ ജ്യേഷ്ഠത്തെയും മകനെയും വളരെ നന്നായിട്ട് സംരക്ഷിച്ചെങ്കിലും കുറേ കാലം കഴിഞ്ഞതോടെ അദ്ദേഹം അവരെ അവഗണിക്കാൻ തുടങ്ങി. അവർക്ക് യാതൊരു ആനുകൂല്യവും ഈ രാജാവിൽ നിന്ന് ലഭിക്കാതായി. അതവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പോകെ പോകെ അവർക്ക് രാജകൊട്ടാരത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതായി. വികലനാണ് ഇപ്പോൾ ഭരിക്കുന്നത്. രാജ്ഞിക്ക് ഒരു കാര്യത്തിലും ഒരഭിപ്രായവും പറയാൻ സ്വാതന്ത്ര്യമില്ല. മകന് യഥാവണ്ണം ഭക്ഷണം കിട്ടുന്നത് പോലുമില്ല. കുറച്ചു കാലം അവർ രാജകൊട്ടാരത്തിൽ ഈ അവഗണനയൊക്കെ സഹിച്ച് ജീവിച്ചെങ്കിലും അവസാനം അവിടെ നിൽക്ക വയ്യാതായി. അങ്ങനെ അവരൊരു ദിവസം ഈ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയി. കുറേ ദൂരം യാത്ര ചെയ്തു. എന്നിട്ട് നഗരത്തിൽ നിന്ന് കുറച്ച് മാറി ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ താമസം തുടങ്ങി. രാജകൊട്ടാരത്തിൽ നിന്ന് പോകുമ്പോൾ ദേഹത്തുണ്ടായിരുന്ന കുറച്ച് ആഭരണങ്ങളൊക്കെ വിറ്റിട്ടാണ് ഈ രാജ്ഞി ഈ വീടൊക്കെ വാങ്ങി താമസം തുടങ്ങിയത്. അതോടെ അവരുടെ കയ്യിലുള്ള ആ പണവും തീർന്നു. പിന്നീട് അവരുടെ കയ്യിൽ പണമൊന്നുമില്ല. പഴയ രാജ്ഞിയാണ് എന്ന വിചാരം നാട്ടുകാരുടെ ഉള്ളിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. അവരതുകൊണ്ട് രാജ്ഞി എപ്പോഴും സഹായിക്കുമായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് രാജ്ഞിക്ക് വളരെ അപമാനകരമായിട്ട് തോന്നി. ഒരു കാലത്ത് രാജപദവിയിലിരുന്നിട്ട് മറ്റു ജോലികൾക്കൊന്നും പോവാനും പറ്റുന്നില്ല. എല്ലാവർക്കും ഇത് രാജ്ഞിയാണെന്ന് അറിയാം. അപ്പോൾ കുറേ പൗരപ്രമാണിമാരൊക്കെ കൂടെ ചേർന്ന് ഈ രാജാവിൻ്റെ അടുത്ത് ചെന്ന്, ഇപ്പോഴത്തെ രാജാവ് വികലനാണല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ പഴയ രാജ്ഞിയുടെയും മകൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും താൻ ഇനി അവരെ യാതൊരു കാരണവശാലും സഹായിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. അതോടെ ഇവർക്ക് മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാതായി. കുറച്ചു കാലമൊക്കെ മറ്റുള്ളവരുടെ സഹായത്തിൽ ഇങ്ങനെ ജീവിച്ചെങ്കിലും ഈ രാജ്ഞി വിചാരിച്ചു തൻ്റെ വീട്ടിൽ പോയി, തൻ്റെ കൊട്ടാരത്തിൽ പോയി അമ്മയോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാമെന്ന്. വിവാഹം കഴിച്ച് വിട്ട മകള് ഒരു ഗതിയുമില്ലാതെ ഇങ്ങനെ തിരിച്ചു ചെന്ന് കയറുന്നത് വീട്ടിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയാണ് രാജ്ഞി കുറേ കാലത്തേക്ക് വീട്ടിലേക്ക് പോകാതിരുന്നത്. എന്തായാലും പിന്നീട് മാർഗ്ഗമൊന്നും ഇല്ലാതായതോടെ രാജ്ഞി തൻ്റെ മകനെ വീട്ടിൽ നിർത്തിയിട്ട്, മകനെന്ന് ചെറിയ കുട്ടിയായിരുന്നു, അവനെ അയൽക്കാരുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ട് രാജ്ഞി തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അമ്മയെ കണ്ടു. അമ്മ മകളോട് തൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞൊന്നുമില്ല. കാരണം അവിടെ പഴയ രാജ്ഞിയുടെ സഹോദരനായിരുന്നു അപ്പോൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് സഹോദരനും ഭാര്യയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ രാജ്ഞി അവിടെ ചെന്ന് നിന്നാൽ പഴയ വികലിൻ്റെ കൊട്ടാരത്തിലെ സ്ഥിതി തന്നെ ആകുമല്ലോ എന്നാണ് ഈ അമ്മ കരുതിയത്. അതുകൊണ്ട് അമ്മ മകളെ കുറച്ച് ദിവസം അവിടെ താമസിപ്പിച്ച് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് ഒരു 100 വരാഹനും കൊടുത്തിട്ട് തിരിച്ചു വിട്ടു. അങ്ങനെ ഈ രാജ്ഞി, പഴയ രാജ്ഞിയായ അമ്മ 100 വരാഹനം കൊണ്ട് അമന്തൻ എന്ന മകൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഈ 100 വരാഹൻ മകൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് മകനോട് പറഞ്ഞു, നിനക്ക് 10-12 വയസ്സായല്ലോ, ഞാൻ നിനക്കിപ്പോൾ ഒരു 100 വരാഹൻ തരാം. ഇത് എനിക്ക് എൻ്റെ അമ്മ തന്നതാണ്. നീ ഇത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ചരക്കുകൾ വാങ്ങി വന്നാൽ നമുക്ക് വീടിനോട് ചേർന്നൊരു ചെറിയ കട തുടങ്ങാം. എന്തെങ്കിലുമൊക്കെ ഒരു വ്യാപാരം ചെയ്ത് നമുക്ക് ജീവിക്കാം. അങ്ങനെ ഈ അമന്തൻ എന്ന മകൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ 100 വരാഹനം വാങ്ങിക്കൊണ്ട് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഈ മകൻ കുട്ടിക്കാലത്ത് വളരെ വേഗതയിലായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവൻ വളരെ മിടുക്കനായിരുന്നു. അതുകൊണ്ടാണ് ആ കൊട്ടാരത്തിലെ ഗുരു അവന് അമന്തൻ എന്ന പേരിട്ടത്. മന്ദതയില്ലാതെ, താമസമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ എന്നായിരുന്നു ആ പേരിൻ്റെ അർത്ഥം. പക്ഷേ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും കുറേ കാലമായിട്ട് സഹിക്കുന്ന അപമാനം കൊണ്ടുമൊക്കെ ഈ കുട്ടി പഴയതുപോലെ ആയിരുന്നില്ല. അവൻ എല്ലാ കാര്യങ്ങളും വളരെ പതുക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവനെക്കുറിച്ച് ബുദ്ധിക്ക് കുറവുണ്ടോ എന്ന് പോലും മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എന്തായാലും അവൻ ഈ 100 വരാഹനം കൊണ്ട് നടന്ന് കുറേ കുറ്റിക്കാടുകൾ നിറഞ്ഞ് ഒരു വിജനമായ സ്ഥലത്തെത്തി. അവിടെ ചെന്ന് അവൻ ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ ഒരാൾ ഒരു ചാക്കിൽ കെട്ടിയ എന്തോ സാധനമായിട്ട് ആ വഴി വരുന്നത് കണ്ടു. അപ്പോൾ അവൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ തലയിലിരിക്കുന്ന എന്ത് ചരക്കാണ്? വിൽക്കുമോ? വിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താ, എൻ്റെ കയ്യിൽ 100 വരാഹനുണ്ട്. അപ്പോൾ ചുമട്ടുകാരൻ ചോദിച്ചു, നീ എന്തിനാ ഈ ചരക്ക് വാങ്ങാൻ തുടങ്ങുന്നത്? അപ്പോൾ ഈ അമന്തൻ പറഞ്ഞു, എനിക്കത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കച്ചവടം തുടങ്ങാനാണ്. അപ്പോൾ ഈ ചാക്കുമായിട്ട് വന്ന ആൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറേ പൂച്ചക്കുട്ടികളായിരിക്കുന്നത്, ഞാൻ ഇതിനെ വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. ഒരു പൂച്ചക്കുട്ടിക്ക് 500 വരാഹൻ വീതമാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. നിൻ്റെ കയ്യിലാകെ 100 വരാഹനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1 തരാം. ഈ ഒന്നിനെ കൊണ്ടുപോയിട്ട് നീ നിൻ്റെ വീട്ടിൽ വളർത്തിയാൽ മതി.
ഇതുകൊണ്ട് നീ രക്ഷപ്പെടും. കാരണം പൂച്ചയുള്ള സ്ഥലത്ത് എലികൾ വരികയില്ല. എലികളില്ലെങ്കിൽ ആ സ്ഥലത്ത് രോഗങ്ങളും ഉണ്ടാകുകയില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്ന സമയമാണല്ലോ. അതുകൊണ്ട് നീ ഈ പൂച്ചയെ കൊണ്ടുപോയിട്ട് ഓരോ വീടുകളിൽ ചെന്നിട്ട് അവിടെ എലികളെ പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലും അവർ നിനക്ക് പണം തരും. അതുകൊണ്ട് നിനക്ക് ഇതിനെക്കൊണ്ട് ജീവിക്കാൻ പറ്റും. സത്യത്തിൽ ഈ ചാക്കും കൊണ്ട് വന്ന ആൾ അയാളുടെ വീട്ടിലെ പൂച്ചക്കുട്ടികളെ ചാക്കിൽ കെട്ടി കളയാൻ കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചത്. അയാൾക്ക് വളരെ സന്തോഷം തോന്നി. ഒരാളെ പറ്റിക്കാനും കൂടെ പറ്റിയല്ലോ. അങ്ങനെ അയാൾ ഈ അമന്തൻ്റെ കയ്യിലുണ്ടായിരുന്ന 100 വരാഹൻ വാങ്ങിയിട്ട് അമന്തനെ ഒരു പൂച്ചക്കുട്ടിയെ കൊടുത്തു. അമന്തൻ ഈ പൂച്ചക്കുട്ടിയെ നെഞ്ചോടി ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് എത്തി. മകൻ വരുന്ന കണ്ടപ്പോൾ അമ്മ ഓടിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ, ഞാൻ തന്ന 100 വരാഹൻ എവിടെ? നീ എന്ത് വാങ്ങി? നിൻ്റെ കയ്യിൽ പൊതിയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചത് നീ വലിയ ചാക്ക് കെട്ടും കൊണ്ട് വരുമെന്നാ. അപ്പോൾ അമന്തൻ പറഞ്ഞു, അമ്മ നോക്ക്, ഞാൻ വളരെ ലാഭകരമായിട്ടൊരു കച്ചവടം നടത്തിയിട്ടാണ് വന്നത്. ഈ പൂച്ചക്കുട്ടിക്ക് യഥാർത്ഥത്തിൽ 500 വരാഹനാണ് വില. പക്ഷെ ഒരാൾ എനിക്കിത് 100 വരാഹന് തന്നു. ഇത് എലിയെ പിടിക്കുന്നൊരു പൂച്ചയാണ്. നമുക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് എലിയെ പിടിക്കണമെന്ന് ചോദിച്ചിട്ട് ഈ പൂച്ചയെ കൊണ്ട് എലിയെ പിടിപ്പിക്കാം. അമ്മ വളരെ സങ്കടപ്പെട്ടു പോയി. തൻ്റെ മകന് ഇങ്ങനെ ചെയ്യുന്ന അമ്മ വിചാരിച്ചതേ ഇല്ല. സ്വന്തം അമ്മയിൽ നിന്ന് വാങ്ങിയതാണ് ഈ 100 വരാഹൻ. ഇനി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കാമെന്ന് കരുതിയതാണ്. ഇപ്പോൾ അത് പോയി. ഇനിയും പഴയതുപോലെ മറ്റുള്ളവരുടെ ഔദാര്യത്തിലല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്തായാലും അമ്മ മകനെ വഴക്കൊന്നും പറഞ്ഞില്ല. അവർ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. മറ്റുള്ളവർ ഈ അമ്മയ്ക്കും മകനും ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയൊക്കെ ചെയ്തു തുടങ്ങി. അമ്മയ്ക്ക് ഇത് വളരെ അപമാനകരമായിട്ട് തോന്നി. പക്ഷേ ജോലി ചെയ്യാൻ നിവൃത്തിയില്ല. പഴയ രാജ്ഞി ആയതുകൊണ്ട് ആരും ജോലി കൊടുക്കയില്ല, എങ്ങോട്ടും പോവാനില്ല. അവസാനം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു ഒന്നുകൂടി സ്വന്തം വീട്ടിൽ പോകാം. ഇത്തവണയും മകനെ അയൽപ്പക്കക്കാരുടെ കരുണയിൽ ഏൽപ്പിച്ചിട്ട് ഈ അമ്മ സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തൻ്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന 100 വരാഹൻ മകൻ നഷ്ടപ്പെടുത്തി. ജീവിക്കാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ല. അപ്പോഴും ആ അമ്മ മകളെ കുറച്ച് ദിവസം അവിടെ താമസിപ്പിച്ചു. ഭക്ഷണമൊക്കെ കൊടുത്തു, നല്ല വസ്ത്രമൊക്കെ കൊടുത്തു. പോകാറായപ്പോൾ വീണ്ടും 100 വരാഹം കൊടുത്തു. ഇത്തവണ അമ്മ മകനെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം നീ ഇനി ഉണ്ടാക്കരുത്. നീ 100 വരാഹൻ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വരണം. അങ്ങനെ ഈ മകൻ ഈ 100 വരാഹനും വാങ്ങിക്കൊണ്ട് പോയി. കുറേ ദൂരം വീണ്ടും പോയി. അപ്പോൾ ഒരു പാമ്പാട്ടി തലയിൽ കുറേ കൂടകളുമായിട്ട് വരുന്നത് കണ്ടു. ഇത് പാമ്പാട്ടിയാണെന്നൊന്നും അമന്തൻ അറിഞ്ഞുകൂടായിരുന്നു. അവൻ ഇയാളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഈ കൂടയിൽ എന്ത് ചരക്കാണ് ഉള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, നല്ല തരം പാമ്പുകളാണ് ഉള്ളതെന്ന്. ഈ അമന്തൻ്റെ ചോദ്യം കേട്ടപ്പോഴേ പാമ്പാട്ടിക്ക് മനസ്സിലായി ഇവനെ പറ്റിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് പാമ്പാട്ടി ഓരോ കൂടുകളായിട്ട് തുറന്നിട്ട് ഓരോ പാമ്പുകളായിട്ട് പുറത്തിറക്കി കാണിച്ചു. അതിൽ നല്ല സ്വർണ്ണ നിറമുള്ള ഭംഗിയുള്ളൊരു പാമ്പുണ്ടായിരുന്നു. അമന്തൻ ആ പാമ്പിനെ കാണിച്ചിട്ട് ഈ പാമ്പാട്ടിയോട് പറഞ്ഞു, എനിക്ക് ഈ പാമ്പിനെ വേണം, ഇനി എന്ത് വിലയാണെന്ന് ചോദിച്ചു. അപ്പോൾ പാമ്പാട്ടി പറഞ്ഞു, എനിക്ക് 100 വരാഹം തന്നാൽ മതി. അങ്ങനെ ഈ പാമ്പാട്ടിയുടെ കയ്യിൽ നിന്ന് അമന്തന് 100 വരാഹം കൊടുത്തിട്ട് ഈ പാമ്പിനെ വാങ്ങി. അവൻ വിചാരിച്ചത് ഈ പാമ്പിനെ മെരുക്കി അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി തെരുവിൽ കളിപ്പിക്കാമെങ്കിൽ തനിക്ക് പണം കിട്ടുമെന്നാണ്. അങ്ങനെ പറ്റും എന്ന് ഈ പാമ്പാട്ടി അമന്തനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അമന്തൻ ഈ പാമ്പിനെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നു. അമ്മ മകനിപ്പോൾ ചരക്കും കൊണ്ടുവരും, കച്ചവടം തുടങ്ങാം എന്നൊക്കെ കരുതി കാത്തിരുന്നപ്പോൾ ഉണ്ട് അവനൊരു പാമ്പിനെയും കൊണ്ട് വന്നിരിക്കുന്നു. അമ്മ ഒരുപാട് കരഞ്ഞു. അമ്മയ്ക്ക് ഇപ്പം ഇരട്ടി ജോലിയായി. കാരണം മകന് മാത്രമല്ല ഭക്ഷണം കൊടുക്കേണ്ടത്, പൂച്ചയ്ക്കും കൊടുക്കണം, പാമ്പിനും കൊടുക്കണം. പൂച്ചയ്ക്ക് ചോറ് കൊടുക്കണം, പാമ്പിന് പാലും പഴവും വേണം. സ്വന്തം ഉപജീവനം തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്താണ് മകൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവസാനം അമ്മ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോയി. അമ്മന്തനാണെങ്കിൽ ഈ പൂച്ചക്കുട്ടിയെയും പാമ്പിനെയും കൊണ്ട് നടന്നിട്ട് ജനങ്ങളോട് യാചിച്ച് കിട്ടുന്നത് കൊണ്ട് സന്തോഷവാനായിട്ട് താൻ ഭക്ഷിക്കുകയും പൂച്ചയ്ക്കും പാമ്പിനെയും കൊടുക്കുകയും രാത്രിയിൽ അവയെ നെഞ്ചോട് അണച്ചു വെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്തു. പണ്ട് തങ്ങളുടെ രാജകുമാരനായിരുന്നവന് ഇപ്പോൾ ഇങ്ങനെ ഭിക്ഷ തിണ്ടുന്നത് കാരണം ആൾക്കാർ അവന് നന്നായിട്ട് പണം കൊടുക്കുമായിരുന്നു. ആൾക്കാർക്ക് അവനോട് സഹതാപമുണ്ടായിരുന്നു. എങ്ങനെ ജോലി കൊടുക്കും, രാജകുമാരനല്ലേ? അതുകൊണ്ട് ആൾക്കാർ അവന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ അമന്തൻ തൻ്റെ പൂച്ചയെയും പാമ്പിനെയും കൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ അമ്മ വീണ്ടും 100 വരാഹനുമായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, നിനക്ക് 10-18 വയസ്സായി. നീ സ്വന്തം പ്രയത്നം കൊണ്ട് നിന്നെ തന്നെയും രക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പോഴും നീ ഈ ചെറിയ ജീവികളെയും കൊണ്ട് ഭ്രാന്തന്മാരുടെ നിലയിൽ ജീവിക്കുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ 100 വരാഹനുണ്ട്. അത് നിനക്ക് എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ ഞാൻ തരണമെങ്കിൽ നീ നിൻ്റെ ഈ പൂച്ചക്കുട്ടിയെയും പാമ്പിനെയും ദൂരെ കൊണ്ട് കളയണം. അല്ലാതെ ഞാൻ നിനക്ക് ഇനി പണം തരില്ല. അപ്പോൾ മകൻ പറഞ്ഞു, അയ്യോ അമ്മ, അങ്ങനെ പറയരുത്. എനിക്ക് ഇവരോട് രണ്ടുപേരും വലിയ സ്നേഹമാണ്. എനിക്ക് അവയെ കളയാൻ വയ്യ.
അവസാനം അമ്മ കെഞ്ചി പറഞ്ഞു, മോനെ പൂച്ച നിന്നോട്ടെ, കാരണം പൂച്ച എല്ലാ വീടുകളിലും ഉള്ളതാണ്, അത് അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ തിന്ന് ജീവിച്ചോളും. പക്ഷേ പാമ്പ് അങ്ങനെയല്ല, വീടിനകത്ത് പാമ്പുണ്ടെങ്കിൽ ആൾക്കാർ നമ്മെ പേടിക്കും. മാത്രമല്ല പാമ്പ് ജീവിക്കേണ്ടത് വീടിനകത്തല്ല, അത് കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയാണ്. അതിനെ നീ കാട്ടിൽ കൊണ്ടുപോയി വിട്ട് കളഞ്ഞു. അവസാനം അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഈ പാമ്പിനെ കൊണ്ടുപോയി ദൂരെ കളയാം എന്ന് അമന്തൻ വിചാരിച്ചു. അവന് ഈ പാമ്പിനെ വാങ്ങിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കളയാം എന്ന് വിചാരിച്ചിട്ട് നടന്ന് പണ്ട് താൻ ഈ പാമ്പിനെ വാങ്ങിയ കാട്ടിലെത്തി. എന്നിട്ട് ആ കൂടെ തുറന്ന് ആ പാമ്പിനെ പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇതുവരെ എൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചു, സംരക്ഷിച്ചു. പാമ്പാട്ടിക്ക് ഞാൻ 100 വരാഹം കൊടുത്താണ് നിന്നെ വാങ്ങിയത്. ഞാൻ നിനക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പക്ഷേ അമ്മ ഇപ്പോൾ പറയുന്നു നിന്നെ ഉപേക്ഷിക്കണമെന്ന്. അമ്മയുടെ ആജ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഓടിപ്പൊക്കോ, പോയി രക്ഷപ്പെട്ടോ. അങ്ങനെ പാമ്പിനെ കാട്ടിലേക്ക് വിട്ടിട്ട് അവൻ തിരിഞ്ഞാടുന്നു. ആ സമയത്ത് ഈ പാമ്പ് വിചാരിച്ചു, പാമ്പാട്ടി എന്നെ പിടിച്ച് ഒരു കൂടയ്ക്കകത്താക്കി എവിടെല്ലാം കൊണ്ടുപോയി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിച്ചു. ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു അവൻ്റെ കയ്യിൽ കിടന്ന്. അപ്പോഴാണ് ഇവൻ ഈ 100 വരാഹം കൊടുത്ത് എന്നെ വാങ്ങിയത്. വാങ്ങിച്ച കാലം തൊട്ട് അവനെന്നെ പൊന്നു പോലെ നോക്കിയത്. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അവൻ തന്നു. അവൻ എന്നെ നന്നായിട്ട് സംരക്ഷിച്ചു, എന്നെ വേദനിപ്പിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യേണ്ടത് എൻ്റെ ധർമ്മമാണ്. പാമ്പ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, രാജകുമാരാ, ഒന്ന് നോക്കണേ. ആരോ വിളിക്കുന്നത് കേട്ടിട്ട് അമന്തൻ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. അപ്പം പിന്നെയും നടന്നു. അപ്പോൾ പാമ്പ് പിന്നെയും വിളിച്ചു, രാജകുമാരാ, ഇത് ഞാനാണ്, നീ കൊണ്ടുവിട്ട പാമ്പ്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പാമ്പ് അവനെ നോക്കിയിരിക്കുന്നത് കണ്ടു. അവൻ ചോദിച്ചു, പാമ്പേ, നീയാണോ എന്നെ വിളിച്ചത്? ഇത്ര കാലം നീ എൻ്റെ കയ്യിലിരുന്നിട്ട് നീ സംസാരിക്കുന്നതേ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇപ്പം നീ എന്തിനാ എന്നെ വിളിച്ചത്? അപ്പോൾ പാമ്പ് പറഞ്ഞു, ഞാൻ നാഗലോകത്തുള്ള നാഗേന്ദ്രൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ മകനാണ്. ഞാൻ ഇടയ്ക്ക് ഒന്ന് നാട് കാണാൻ ഇറങ്ങിയപ്പോൾ ആ പാമ്പാട്ടി എന്നെ പിടിച്ചതായിരുന്നു. അപ്പോൾ മരുന്നിൻ്റെ മന്ത്രത്തിൻ്റെ ശക്തിയാൽ എന്നെ ബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചു. നീയാണ് എന്നെ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ നിന്നെ വിട്ടു പോകുന്നത് എങ്ങനെയാണ് എന്ന് കരുതിയാണ് ഇത്ര കാലം ഞാൻ നിൻ്റെ കൂടെ നിന്നത്. ഇപ്പോൾ നീ എന്നെ മോചിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളെയും സഹോദരന്മാരെയൊക്കെ കാണാൻ പോവാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ചെന്നിട്ട് എൻ്റെ മാതാപിതാക്കളെയും സഹോദരന്മാരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാൻ തുടങ്ങും. അപ്പോൾ അവർ പറയും, അയ്യോ പോവല്ലേ, ഇത്ര കാലം നിന്നെ മറ്റുള്ളവരെ അടിമയാക്കി വെച്ചിരിക്കുകയല്ലായിരുന്നോ, ഇനി നീ പോവല്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, എന്നെ പ്രാണനെ പോലെ സംരക്ഷിച്ച ഒരാൾ എന്നെ കാത്തു നിൽപ്പുണ്ട്, അയാളെ പിരിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ അയാളെ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ നീ ഇവിടെ നിൽപ്പുണ്ടെന്ന് പറയും. അവരെയും കൂട്ടിക്കൊണ്ട് നിന്നെ കാണാൻ വരും. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിലെ മോതിരം വേണമെന്ന് നീ പറയണം. അത് ഒരു ജീവരത്നാങ്കുലീയം എന്ന് പറയുന്ന സാധനമാണ്. അത് കയ്യിൽ ധരിച്ചുകൊണ്ട് എന്ത് വിചാരിച്ചാലും സാധിക്കും. അത് കിട്ടിയാൽ നിൻ്റെ ദാരിദ്ര്യം മുഴുവൻ നീങ്ങി നിനക്ക് സമ്പത്തുണ്ടായി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇതും പറഞ്ഞുകൊണ്ട് പാമ്പ് തൻ്റെ പിതാവായ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാം കണ്ടു. അവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം തിരിച്ചു പോരാൻ ഒരുങ്ങി. അപ്പോൾ അവരെല്ലാവരും കൂടെ പാമ്പിനോട് പറഞ്ഞു, അയ്യോ പോവല്ലേ, നിന്നെ എത്ര കാലം കൊണ്ട് കാണുകയാണ്, നീ ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതിയെന്ന്. അപ്പോൾ പാമ്പ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അയാളെ തൃപ്തിപ്പെടുത്താതെ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ പിരിഞ്ഞ് നിൽക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാമ്പുകളെല്ലാം കൂടി അമന്തനെ കാണാൻ വന്നിട്ട് നാഗേന്ദ്രൻ എന്ന രാജാവ് അമന്തനോട് ചോദിച്ചു, ഇത്ര കാലം നീ ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിച്ചില്ലേ, ഇനി നീ അവനെ ഞങ്ങളുടെ കൂടെ വിട്ടു തരണം. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അവനെ വന്ന് കാണാം. അങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നതിന് നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അമന്തൻ നേരത്തെ പാമ്പ് പറഞ്ഞിരുന്നത് പോലെ തനിക്ക് നാഗേന്ദ്ര രാജാവിൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം വേണമെന്ന് പറഞ്ഞു. രാജാവ് അത് അവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എന്താഗ്രഹിച്ചാലും ലഭിക്കുന്ന ഒരു മോതിരം അമന്തന് കിട്ടി. ആ മോതിരത്തിൻ്റെ ദിവ്യശക്തി ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഈ കാട് മുഴുവൻ കത്തിപ്പോകട്ടെ എന്ന് അവൻ വിചാരിച്ചു. അതോടെ കാണ്ഡവദഹനം പോലെ അഗ്നിഭഗവാൻ ആ കാട് മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു. അവിടെ മുഴുവൻ കത്തിപ്പോയിട്ട് അത് ഒരു വെളിം പ്രദേശമായിട്ട് തീർന്നു. ഉടനെ അമന്തൻ വിചാരിച്ചു, ഈ സ്ഥലത്ത് 600 കാതം സമചതുരത്തിൽ വലിയൊരു രാജ്യമായി തീരട്ടെ എന്ന് പറഞ്ഞു. അതോടെ അതിൻവണ്ണം ഭവിച്ചു. ഉടനെ 7 നിലയുള്ള പല മാളികകളും സ്വർണ്ണത്തൂണുകളോട് കൂടിയ മേലെടുപ്പുകളും ഒക്കെയുള്ള വലിയൊരു രാജധാനി ഉണ്ടാകട്ടെ എന്ന് അമന്തൻ ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ അവിടെ വലിയൊരു രാജകൊട്ടാരം ഉണ്ടായി വന്നു. തൻ്റെ പഴയ രാജ്യത്തുള്ള സകല ജനത്തെയും
തനിക്കും തൻ്റെ അമ്മയ്ക്കും ഇത്ര കാലം ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്ത് സംരക്ഷിച്ച എല്ലാവരെയും ഈ രാജ്യത്തേക്ക് അമന്തൻ കൊണ്ടുവന്നു. മോതിരത്തിൻ്റെ ശക്തിയാൽ നിർമ്മിച്ചതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് ജീവരത്നപുരം എന്ന നാമകരണം ചെയ്തു. എന്നിട്ട് അവിടെ രാജാവായിട്ട് അവൻ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അവിടുത്തെ ഭൂമി നല്ല ഫലഭൂയിഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ധാന്യ സമൃദ്ധി ഉണ്ടായി. രാജ്യത്ത് ഐശ്വര്യം കളിയാടി. അങ്ങനെ ജനങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. അമ്മയ്ക്കും വലിയ സന്തോഷമായി. തൻ്റെ പൂച്ചയെ അവൻ മറന്നതേയില്ല. അവൻ തൻ്റെ കിടക്കയിൽ തന്നെ കിടത്തി ഉറക്കി ആ പൂച്ചയും സംരക്ഷിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവന് വിവാഹപ്രായമായി. അപ്പോൾ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നുള്ള അന്വേഷണം തുടങ്ങി. പല നാട്ടിൽ നിന്നും പല സുന്ദരികളുടെയും ഛായാചിത്രങ്ങൾ വരച്ച് അമന്തനെ കൊണ്ട് കാണിച്ചെങ്കിലും അവരെ ആരെയും അമന്തന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ അമന്തൻ തൻ്റെ മോതിരത്തിനോട് ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി ആരാണോ അവളെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ കനകപുരം എന്ന രാജ്യത്തെ രാജകന്യകയായ കനകാംഗി എന്ന രാജകുമാരി അവൻ്റെ മുന്നിലെത്തി. അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ കിടന്നിരുന്ന മഞ്ചത്തോടു കൂടി തന്നെയാണ് അവൻ്റെ മുന്നിലെത്തിയത്. കനകാംഗി കണ്ണു തുറക്കുമ്പോൾ താൻ മറ്റൊരു കൊട്ടാരത്തിലാണ്. അവളുടെ മുന്നിലെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രാജകുമാരൻ നിൽപ്പുണ്ട്. വളരെ തേജസ്വിയായ ഒരു രാജകുമാരൻ. അവൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ എവിടെ നിൽക്കുന്നത്? അപ്പോൾ അമന്തൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ നിന്നെ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് വിടാം. പക്ഷേ ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ കൊട്ടാരത്തിൽ വിവാഹാലോചനയുമായിട്ട് വരുന്നതാണ്. അങ്ങനെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാനിവിടെ വരുത്തിയതാണ്. രാജകുമാരിക്ക് ഇത് വലിയ അത്ഭുതമായിട്ട് തോന്നി. എന്നാലും അവൾക്ക് അമന്തനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അമന്തൻ മോതിരത്തിൻ്റെ ശക്തിയാൽ ഉടൻ തന്നെ കനകാംഗിയെ അവളുടെ രാജ്യത്ത് തന്നെ തിരിച്ചാക്കി. എന്നിട്ട് മാതാവിനെയും കൂട്ടി അവളുടെ രാജ്യത്തേക്ക് ചെന്ന് വിവാഹം ആലോചിച്ചു. അങ്ങനെ കനകാംഗിയെ വിവാഹം കഴിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. കനകാംഗിയും കൂടെ എത്തിയതോടെ അമന്തൻ്റെ ഐശ്വര്യം പൂർണ്ണമായിട്ട് അവൻ വളരെ ഭംഗിയായിട്ട് ഉന്നതനായിട്ട് രാജ്യഭരണം തുടങ്ങി. പക്ഷേ ആപത്ത് സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ സുഖാവസ്ഥയിലിരിക്കുന്ന സമയത്ത് കനകാംഗിക്ക് എല്ലാ ദിവസവും രാവിലെ കടലിൽ കുളിക്കണം എന്ന ഒരാഗ്രഹമുണ്ടായി. ആ വിവരം കനകാംഗി അമന്തനോട് പറഞ്ഞു. അപ്പോൾ ഈ കടൽ തീരത്ത് ഒരുപാട് ആൾക്കാരുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ രാജ്ഞി എപ്പോഴും കടലിൽ ചെന്ന് കുളിക്കുന്നത് ശരിയായിരിക്കില്ലല്ലോ. അതുകൊണ്ട് അമന്തൻ തൻ്റെ മോതിരത്തിൻ്റെ ശക്തിയാൽ കൊട്ടാരത്തിൽ നിന്നും കടൽക്കര വരെ ഒരു തുരങ്കമുണ്ടാക്കി. എന്നിട്ട് കനകാംഗി എല്ലാ ദിവസവും ഈ തുരങ്കത്തിൽ കൂടി കടലിൽ പോയി കുളിക്കുകയും അവിടുന്ന് തുരങ്കത്തിലൂടെ തന്നെ തിരിച്ചു വന്ന് കൊട്ടാരത്തിലിരിക്കുകയും പതിവായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാളവം എന്ന രാജ്യത്തെ രാജാവ് ആ കടൽ തീരം വഴി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ തുരങ്കത്തിനടുത്തുകൂടി യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ വെള്ളത്തിൽ ഒരു ചുരുൾ തലമുടി കണ്ടു. ആ തലമുടിക്ക് കറുത്ത നിറമായിരുന്നില്ല, നീലവർണ്ണമായിരുന്നു. അത് കണ്ടപ്പോൾ രാജാവിന് വളരെ അത്ഭുതമായിട്ട് തോന്നി. രാജാവ് ആ മുടിയെടുത്ത് വിടർത്തി നോക്കി. അപ്പോൾ അതിന് 7 മാറ് നീളവും വണ്ടിൻ തോടിന് നിറം പോലെയുള്ള നിറവും കണ്ടു. ഇത്ര വിശിഷ്ടമായ മുടിയുള്ള ആൾ ത്രിലോക സുന്ദരി തന്നെ ആയിരിക്കണം എന്ന് ആ രാജാവിന് തോന്നി. ആരാണോ ഈ മുടിയുടെ ഉടമ ആ ആളെ കണ്ടുപിടിച്ച് തനിക്ക് കൊണ്ടുവന്ന് തരുന്നവർക്ക് പകുതി രാജ്യം കൊടുക്കണം എന്ന് രാജാവ് ശപഥം ചെയ്തു. അതോടെ പല ആൾക്കാരും ഈ മുടിയുടെ ഉടമ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് പല ദിക്കിലും സഞ്ചരിച്ചു. പക്ഷേ ആ പരിശ്രമങ്ങളെല്ലാം വിഫലമായി. അങ്ങനെ ഇരിക്കെ ഈ പണത്തിനോടുള്ള ആഗ്രഹത്താൽ ഒരു വൃദ്ധ തൻ്റെ ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ തീർച്ചയാക്കി. അവർ വളരെ ദുഷ്ടയായ കൗശലക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. ഈ തലമുടി രാജാവിന് കിട്ടിയ സ്ഥലത്തെത്തി അവർ വളരെ ദിവസം അന്വേഷണം നടത്തിയപ്പോൾ ആ രാജ്യത്തെ രാജ്ഞി ആ സ്ഥലത്ത് വന്ന് രാവിലെ സൂര്യോദയ സമയത്ത് കുളിക്കാറുണ്ടെന്നറിഞ്ഞു. അപ്പോൾ ഈ വൃദ്ധ ഒരു ദിവസം രാത്രിയിൽ ഈ കടൽ തീരത്ത് വന്ന് ഒരു വലിയ പട്ടട ഉണ്ടാക്കി. പട്ടട എന്ന് പറഞ്ഞാൽ മൃതദേഹം ദഹിപ്പിക്കാനുള്ള സ്ഥലമാണ്. അവിടെ കുറേ വിറകും ചാണക വരളിയൊക്കെ കൂട്ടിയിട്ട് അതിനകത്തൊരു മൃതദേഹം വെച്ചിട്ടുണ്ടെന്നുള്ള ഭാവേന അവർ ഒരു പട്ടട ഉണ്ടാക്കി. പട്ടട ഉണ്ടാക്കിയിട്ട് രാവിലെ രാജ്ഞി കുളിക്കാൻ വന്ന സമയത്ത് ഈ പട്ടടയ്ക്ക് തീയിട്ടു. എന്നിട്ട് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ കനകാംഗി എന്ന രാജ്ഞി കുളിക്കാൻ വന്നപ്പോൾ കടൽ തീരത്ത് നിന്ന് ആരോ ഉറക്കെ കരയുന്നത് കേട്ടു. അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയ കനകാംഗി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നോക്കി. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ഒരു കത്തുന്ന ഒരു പട്ടടയ്ക്കടുത്തിരുന്ന് കരയുന്നത് കണ്ടു. ഇത് കണ്ടുകൊണ്ട് കനകാംഗി വളരെ ദുഃഖത്തോടെ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അമ്മേ, നിങ്ങളുടെ ആരാണ് മരിച്ചത്? അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചുപോയി. നിന്നെപ്പോലെ തന്നെയായിരുന്നു എൻ്റെ മകളെ കണ്ടാൽ. സുന്ദരിയായിരുന്നു, ചെറുപ്പക്കാരിയായിരുന്നു. എനിക്ക് അവളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. വൃദ്ധയായ എന്നെ അവളായിരുന്നു സംരക്ഷിച്ചിരുന്നത്.
ഇപ്പോൾ എൻ്റെ മകൾ രോഗം വന്ന് മരിച്ചുപോയി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കരയുന്നത്. ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞാനും കൂടി ഈ പട്ടടയിൽ ചാടി മരിച്ചാലോ എന്ന് കരുതുകയാണ്. അപ്പോൾ കനകാംഗിക്ക് വലിയ ദുഃഖം തോന്നി. കനകാംഗി പറഞ്ഞു, അയ്യോ അമ്മേ, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് ആരുമില്ല എന്ന് വിചാരിക്കണം, നിങ്ങൾ എൻ്റെ കൂടെ പോന്നോളൂ, ഞാൻ ഈ രാജ്യത്തെ രാജ്ഞിയാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. വളരെ നിർബന്ധിച്ച് കനകാംഗി ആ വൃദ്ധയെ തൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. വൃദ്ധയാണെങ്കിൽ കനകാംഗിയെ സ്വന്തം മകളെ പോലെ കരുതുന്നതായിട്ട് അഭിനയിച്ചു. കനകാംഗിയുടെ മുടി മെടഞ്ഞു കൊടുക്കുക, കാൽനഖങ്ങളും കൈനഖങ്ങളും ഒക്കെ വൃത്തിയാക്കുക, തലയിൽ പേൻ നോക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വൃദ്ധ ചെയ്തു തുടങ്ങി. കനകാംഗിക്കാണെങ്കിൽ ഈ വൃദ്ധയോട് വലിയ കാര്യമായി. ഈ വൃദ്ധ എപ്പോഴും കനകാംഗിയുടെ കൂടെ തന്നെ നടക്കും. എങ്ങനെയെങ്കിലും കനകാംഗിയെ പറഞ്ഞ് വശത്താക്കി തൻ്റെ കൂടെ കൊണ്ടുപോയി മാളവത്തിലെ രാജാവിനെ ഏൽപ്പിക്കണം എന്നായിരുന്നു ഈ വൃദ്ധയുടെ വിചാരം. പക്ഷേ കനകാംഗി തൻ്റെ ഭർത്താവിനോട് വളരെയധികം സ്നേഹമുള്ള ഒരു സ്ത്രീയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ അവർ കൂടെ വരികയില്ലെന്നും ഈ വൃദ്ധയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കനകാംഗി ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോകണം എന്നാണ് ഈ വൃദ്ധയുടെ ചിന്ത. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമന്തനും കനകാംഗിയും അമന്തൻ്റെ അമ്മയായ വലിയ രാജ്ഞിയും കൂടി പൂന്തോട്ടത്തിലിരിക്കുകയായിരുന്നു. കുറച്ച് മാറി നിലത്തായിട്ട് ഈ വൃദ്ധ ഇരിപ്പുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അമന്തൻ തമാശയ്ക്ക് കനകാംഗിയോട്, നിനക്കിപ്പോൾ എന്ത് പഴം തിന്നണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ കനകാംഗി പറഞ്ഞു, ഇപ്പോൾ മാമ്പഴക്കാലം അല്ലല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോൾ മാമ്പഴം തിന്നാൻ തോന്നുന്നു. എന്താ, എനിക്ക് മാമ്പഴം ഇപ്പോൾ കൊണ്ടുതരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേമനാണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അമന്തൻ തൻ്റെ കയ്യിലെ മോതിരം ഒരു നെഞ്ചോട് ചേർത്ത് പിടിച്ച് ധ്യാനിച്ചിട്ട് മാമ്പഴം വേണം എന്ന് ആഗ്രഹിച്ചു. അതോടെ അവിടെ ഒരു മാമ്പഴ മഴ തന്നെ പെയ്തു തുടങ്ങി. പല വിധത്തിലുള്ള ധാരാളം മാമ്പഴങ്ങൾ മഴയായിട്ട് അവരുടെ മുന്നിൽ വീണു. ഇത് കണ്ടതോടെ ഈ വൃദ്ധയ്ക്ക് വലിയ അത്ഭുതമായിപ്പോയി. വൃദ്ധയ്ക്ക് മനസ്സിലായി ഈ കൊട്ടാരത്തിലെ സകല ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒരു മോതിരമാണെന്ന്. ഈ മോതിരം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നായി വൃദ്ധയുടെ അടുത്ത ആഗ്രഹം. അവർ അതിനടുത്ത ദിവസം തന്നെ തലവേദനയാണ് എന്ന് പറഞ്ഞ് കിടപ്പിലായി. മഹാരാജാവായ അമന്തൻ ഇതറിഞ്ഞ് വലിയ വലിയ വൈദ്യന്മാരെ വരുത്തി ചികിത്സിപ്പിച്ചു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും വൃദ്ധ നിലവിളിച്ചുകൊണ്ട് തന്നെ കിടന്നു. രോഗമുണ്ടെങ്കിലല്ലേ രോഗം മാറുകയുള്ളൂ. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത കനകാംഗി വല്ലാതെ ദുഃഖിച്ചു. കനകാംഗി വൃദ്ധയുടെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോവാതായി. തലവേദന കുറവുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പോഴൊക്കെ വൃദ്ധ തീരെ കുറവില്ല, എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വൃദ്ധ കനകാംഗിയോട് പറഞ്ഞു, എൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് നിർത്താനൊരു ഉപായമുണ്ട്, രാജ്ഞി വിചാരിച്ചാൽ അത് നടക്കും. അപ്പോൾ കനകാംഗി ചോദിച്ചു, അതെന്താ എന്നോട് പറയൂ, ഞാൻ നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നടത്തിത്തരാം. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ഞാൻ രാജ്ഞി എൻ്റെ മകളെ പോലെയാണ് കരുതുന്നത്, എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താഗ്രഹിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അത് നടത്തി തന്നേനെ. കനകാംഗി പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് കരുതുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സാധിച്ചു തരാം. അപ്പോൾ വൃദ്ധ പറഞ്ഞു, എന്നാൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യണം, തമ്പുരാൻ്റെ കൈവിരലിൽ കിടക്കുന്ന മോതിരം എൻ്റെ കൈവിരലിലൊന്ന് ഇട്ട് തരണം, ഞാനത് നെഞ്ചോട് ചേർത്തൊന്ന് പ്രാർത്ഥിക്കാം, എൻ്റെ തലവേദന മാറണേന്ന്, മാറുമോ എന്നറിയാമല്ലോ. അപ്പോൾ കനകാംഗി പറഞ്ഞു, അയ്യോ, ആ മോതിരം കിട്ടാൻ യാതൊരു തരവുമില്ല, അദ്ദേഹം അത് കയ്യിൽ നിന്ന് ഊരാറേയില്ല, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു നെഞ്ചോട് ചേർക്കാറുള്ളൂ, ഉടൻ തന്നെ അത് കയ്യിലിടുകയും ചെയ്യും. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ശരി, എൻ്റെ മകളാണെങ്കിൽ ഒരിക്കലും എന്നോട് ഇങ്ങനെ പറയുകയില്ലായിരുന്നു, എന്തായാലും ഞാനിങ്ങനെ വേദന സഹിച്ച് മരിക്കാനായിരിക്കും എൻ്റെ വിധി, അങ്ങനെ തന്നെ ആവട്ടെ, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ച്ചേനേം, വേണ്ടെങ്കിൽ അത് കൊമ്പിൽ പോലും കായ്ക്കില്ല എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ കനകാംഗി പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടൊന്നും അല്ല അമ്മേ, എനിക്കത് എങ്ങനെ വേണം എന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. വൃദ്ധ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ മതി, നിനക്ക് മോതിരം കിട്ടും. ഇന്ന് രാജാവ് ഉറങ്ങാൻ വരുമ്പോൾ നീ പിണങ്ങിയതുപോലെ ഇരിക്കണം, എന്നിട്ട് അദ്ദേഹം നിന്നോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത്ര കാലമായിട്ട് ഈ മോതിരം എൻ്റെ കയ്യിലൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പിണങ്ങണം. അപ്പോൾ അദ്ദേഹം ആ മോതിരം ഒരു നിൻ്റെ കയ്യിലിട്ട് തരും. അന്നേരം എനിക്കൊന്ന് കൊണ്ട് തന്നാൽ മതി, ഞാൻ വേഗം അവൻ്റെ തലവേദന മാറ്റിയിട്ട് തിരിച്ചു തരാം. അപ്പോൾ കനകാംഗി പറഞ്ഞു, ശരി അമ്മ, ഞാൻ അങ്ങനെ നോക്കാം. അന്ന് രാത്രി രാജാവ് ഉറങ്ങാൻ വന്നപ്പോൾ കനകാംഗി പിണങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്ര കാലമായി നമ്മൾ വിവാഹം കഴിച്ചിട്ട് അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന ആ മോതിരം അങ്ങ് ഇതുവരെ നൂരി എൻ്റെ കയ്യിലിട്ട് തന്നിട്ടുണ്ടോ? അപ്പോൾ അമന്തൻ പറഞ്ഞു, അയ്യോ, ഞാൻ അക്കാര്യം ഓർത്തിട്ടേ ഇല്ല, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാ പിണങ്ങുന്നത്, നീ ധരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മോതിരം ഊരി അവളുടെ കയ്യിലിട്ട് കൊടുത്തു. കനകാംഗി ഉടൻ തന്നെ ആ മോതിരവുമായിട്ട് വൃദ്ധയുടെ അടുത്തെത്തി ഊരി അവരുടെ കയ്യിൽ കൊടുത്തു. മോതിരം കയ്യിൽ കിട്ടിയതും വൃദ്ധ തനിക്ക് ഉടൻ തന്നെ മാളവത്തിലെത്തണം എന്നാഗ്രഹിച്ചു. നിമിഷം കൊണ്ട് അവർ മാളവത്തിലെത്തി. കനകാംഗി നോക്കുമ്പോൾ വൃദ്ധയുമില്ല, മോതിരവുമില്ല. അവരാകെ പരിഭ്രമിച്ചു പോയി. വൃദ്ധയാണെങ്കിൽ മാളവത്തിലെ രാജാവിനെ കണ്ടിട്ട് മോതിരം അയാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മോതിരം ധരിച്ചുകൊണ്ട് ആ രാജകുമാരിയെ സ്മരിച്ചാൽ അവൾ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലെത്തും.
പകരം എനിക്ക് ഉടൻ തന്നെ പകുതി രാജ്യം തരണം. രാജാവ് ഉടൻ തന്നെ തൻ്റെ പകുതി രാജ്യം ആ വൃദ്ധയ്ക്ക് കൊടുത്തിട്ട് മോതിരം കൈപ്പറ്റി. മോതിരം ഊരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കനകാംഗി ഉടൻ തന്നെ തൻ്റെ മുന്നിലെത്തണം എന്നാഗ്രഹിച്ചു. ഞൊടിയിടയിൽ കനകാംഗി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. രാജാവ് പറഞ്ഞു, നിനക്കിനി എൻ്റെ കൊട്ടാരത്തിലാണ് സ്ഥാനം. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. കനകാംഗി എതിർത്തിട്ട് കാര്യമില്ലല്ലോ, മോതിരം അയാളുടെ കയ്യിലാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. ഇനി ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്കൊരു കുറച്ച് ദിവസത്തെ വ്രതം നോൽക്കേണ്ടതുണ്ട്. അതിനെന്നെ അനുവദിക്കണം. അതിനുശേഷം ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. ഞാൻ വ്രതം നോക്കുന്ന ദിവസങ്ങളിലെല്ലാം കൊട്ടാരത്തിൽ അന്നദാനം ഉണ്ടാകണം. അപ്പോൾ അന്നം ഞാൻ തന്നെ വിളമ്പി കൊടുക്കുകയും ചെയ്യും. രാജാവ് സമ്മതിച്ചു. അങ്ങനെ മാളവത്തിലെ കൊട്ടാരത്തിലിരുന്ന് കനകാംഗി ഗൗരി വ്രതം നോറ്റു തുടങ്ങി. ഗൗരി വ്രതം നോക്കുന്ന സമയത്തൊക്കെയും തൻ്റെ ഭർത്താവിനെ തൻ്റെ മുന്നിൽ കൊണ്ടു തരണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വ്രതം നോക്കുന്ന ദിവസങ്ങളിലെല്ലാം കൊട്ടാരത്തിൽ വളരെ കേമമായിട്ട് അന്നദാനവും ഉണ്ടായിരുന്നു. മാളവത്തിലെ രാജാവാണെങ്കിൽ അമന്തൻ ഒരിക്കലും തന്നെ അന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവരത്നപുരം എന്ന അവൻ്റെ രാജ്യം നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതോടെ ജീവരത്നപുരം മുഴുവനായിട്ട് നശിച്ചുപോയി. രാജ്യം നഷ്ടപ്പെട്ട അമന്തൻ തൻ്റെ പൂച്ചക്കുട്ടിയെയും അമ്മയും കൊണ്ട് വീണ്ടും തെരുവിൽ അലഞ്ഞു തുടങ്ങി. തൻ്റെ മോതിരം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അമന്തന് മനസ്സിലായി. അതുകൊണ്ട് അമ്മയെ തനിക്ക് പരിചയമുള്ള ഒരു വീട്ടിലേൽപ്പിച്ചിട്ട് അദ്ദേഹം തൻ്റെ പൂച്ചയുമായിട്ട് തൻ്റെ ഭാര്യയെ അന്വേഷിച്ച് നടന്നു തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് അയാൾ മാളവത്തിലെത്തി. മാളവത്തിലെ രാജാവിൻ്റെ വിവാഹം അടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇപ്പോൾ ഗൗരി വ്രതത്തിലാണെന്നും അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടെന്നും ഒക്കെ അമന്തൻ അറിഞ്ഞു. യാത്ര ചെയ്ത് തളർന്ന അമന്തൻ അവിടെ ഭക്ഷണം കഴിക്കാം എന്ന് കരുതി ചെന്നു. തൻ്റെ പൂച്ചക്കുട്ടിയും കൊണ്ടാണ് അമന്തൻ ചെന്നത്. ഭക്ഷണം വിളമ്പി കൊടുക്കുകയായിരുന്ന കനകാംഗിയെ കണ്ടതോടെ മറ്റാരും അറിയാതെ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരം കനകാംഗി ഒരു എഴുത്തോല വഴി അമന്തനെ അറിയിച്ചു. അമന്തന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ അവർ രണ്ടുപേരും പരസ്പരം അറിയാവുന്നതായിട്ട് ഭാവിച്ചില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച അമന്തൻ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് എന്ന് ഭാവിച്ചു. ആരും അയാളെ തടഞ്ഞൊന്നുമില്ല. ഭക്ഷണം കഴിച്ച ഭക്ഷണശാലയ്ക്ക് അടുത്ത് തന്നെ അമന്തൻ കിടന്നുറങ്ങി. എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് അമന്തൻ അവിടെ കിടന്നത്. അമന്തൻ്റെ കയ്യിലെ പൂച്ചയാണെങ്കിൽ അവിടെയൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നു. അപ്പോഴാണ് കണ്ടത് ഈ ഭക്ഷണശാലയുടെ തറയിൽ ചിതറിക്കിടക്കുന്ന പപ്പടവും പഴവും ചോറും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട് കുറേ എലികൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലെ രാജാവെന്ന് തോന്നിക്കുന്ന എലിയെ പൂച്ച ചാടിപ്പിടിച്ചു. രാജാവ് കരഞ്ഞ് കാല് പിടിച്ചു, അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ. ആ നാട്ടിൽ പൂച്ചകളെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പൂച്ച വന്ന് പിടിച്ചപ്പോൾ എലികൾക്ക് തങ്ങളുടെ സുരക്ഷ അപകടത്തിലാണ് എന്ന് മനസ്സിലായി. ഈ പൂച്ച ഇവിടെ ഉണ്ടെങ്കിൽ ഇനി തങ്ങൾക്ക് ഇങ്ങനെ സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോന്നിനായിട്ട് പിടിച്ച് തിന്നുകളയും. പൂച്ച പറഞ്ഞു, ഞാൻ ഇവിടം വിട്ടു പൊയ്ക്കൊള്ളാം. നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ രാജാവിൻ്റെ കയ്യിൽ ഞങ്ങളുടെ രാജാവിൻ്റെ മോതിരം അകപ്പെട്ടിട്ടുണ്ട്. ആ മോതിരം ഉടൻ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം. എലികളുടെ രാജാവ് എലികളെല്ലാം വിളിച്ചു കൂട്ടി. എലികളെല്ലാം കൂടെ രാജാവിൻ്റെ ഉറക്കറയിലേക്ക് മാർച്ച് ചെയ്തു. രാജാവ് മോതിരം കയ്യിൽ നിന്ന് ഊരിയിട്ട് ഒരു ഇരുമ്പ് ചങ്ങലയുമായിട്ട് ബന്ധിച്ച് കട്ടിലിൽ ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. എലികൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഇരുമ്പ് ചങ്ങല കടിച്ചു മുറിച്ച് ആ മോതിരം എടുത്തു. ജനലിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ച മോതിരവുമായിട്ട് ഒറ്റ ചാട്ടത്തിന് അമന്തൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ മോതിരം വെച്ച് കൊടുത്തു. തൻ്റെ ഭാര്യയെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് വേദനിച്ചിരുന്ന അമന്തൻ്റെ കയ്യിലേക്ക് മോതിരം കിട്ടിയതോടെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. തൽക്ഷണം തന്നെ അദ്ദേഹം പ്രാർത്ഥിച്ച് കനകാംഗിയെ തൻ്റെ അടുത്ത് വരുത്തി. ആ വൃദ്ധയെ വരുത്തി അവരെ ചുണ്ണാമ്പ് ചൂളയിൽ ദഹിപ്പിച്ചു. തൻ്റെ രാജ്യമായ ജീവരത്നപുരം പുനഃസൃഷ്ടിച്ച് അദ്ദേഹം കനകാംഗിയെ കൊണ്ട് അങ്ങോട്ട് പോയി പഴയതുപോലെ രാജ്യം ഭരിച്ചു. തൻ്റെ മോതിരത്തിൻ്റെ ശക്തിയാൽ അദ്ദേഹം മാളവം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് തൻ്റെ പൂച്ചയും കൂട്ടി അദ്ദേഹം ഭംഗിയായിട്ട് ജീവിതം നയിച്ചു. ഇഷ്ടമായോ അമന്തൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.